പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസ് പ്രതിഷേധത്തിൽ നാടകീയമായ രംഗങ്ങൾ. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബലപ്രയോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പരിക്കേറ്റു. मैं तेरे को अरुण का नंबर है तेरे पास, जावा ऑपरेटर का मैं भेज रहा हूँ, बट उससे तो विच इज मॉडल टाउन मॉडल टाउन लेके जा रहा ना, मॉडल टाउन थाने में ये मत करो भैया, ये मत करो, ये तो वो बताओ, सच बताओ। मॉडल थाना भी आपने मॉडल टाउन थाना कहते हैं, मॉडल टाउन है, मॉडल टाउन भैया इंस्पेक्टर साहब बताने मैडम भाग उठा लिया। പ്രിയങ്ക ഗാന്ധിയെയും അറസ്റ്റ് ചെയ്ത് നീക്കി. ജന്തർ മന്ദിറിൽ സിജെപി നടത്തിവരുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, കെ.സി. വേണുഗോപാൽ, മുഖ്യമന്ത്രിമാരായ വി.ഡി. സതീശൻ, ഡി.കെ. ശിവകുമാർ, മന്ത്രി പി.സി. വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കളും എംപിമാരും സമരമുഖത്തെത്തി. സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത്. പക്ഷേ ഇത് പരാജയപ്പെടും. ഈ സർക്കാർ പരാജയപ്പെടും. ജനങ്ങളുടെ പോരാട്ടത്തിന്റെ മുമ്പിൽ ഈ സർക്കാർ പരാജയപ്പെടും. നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിനാകുന്ന കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള സമരമാണിത്. ഈ സമരത്തിൽ നമ്മൾ പിന്നോട്ട് പോകില്ല. ഈ സർക്കാരിന് മുട്ടുമടങ്ങേണ്ടി വരും. കേന്ദ്രസേനയുടെയും ഡൽഹി പോലീസിന്റെയും അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം നൽകി. മനു ഭരത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മനു, ഇപ്പോഴത്തെ ഡൽഹിയിലെ പ്രതിഷേധം കൂടുതൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ കേരളത്തിലേക്കടക്കം ഇതിന്റെ പ്രതിഷേധത്തിന്റെ തരംഗങ്ങൾ അലയടിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അനുശ്രീ, ഈ സംഘർഷ സാഹചര്യം തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നേരത്തെ പോലീസ് പൊളിച്ചു കളഞ്ഞ ഈ സമരപ്പന്തലൊക്കെ ഇന്ന് CJP പ്രവർത്തകർ വീണ്ടും കെട്ടുകയും അവിടെ അവരുടെ പ്രതിഷേധ സമരം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് പാർലമെൻറ്റ് സമ്മേളനത്തിന് ശേഷം ഉച്ചയോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ഒരു നീക്കം ഉണ്ടായത്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ നിന്നാണ് ഈ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. അത് പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിലേക്ക് എത്തി. അവിടെ വെച്ചാണ് താൻ ഇവിടെ ഇരിക്കാൻ പോവുകയാണ് എന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചത്. രാഹുൽ ഗാന്ധിയെ അനുനയിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നു. ജിതേന്ദ്ര സിംഗാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ അടുത്തെത്തി ഇത് അവസാനിപ്പിക്കണം, അല്ലാത്ത പക്ഷം ഇത് പൊതുജനങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ താൻ ഇവിടെ ഇരിക്കാൻ പോവുകയാണ്, തനിക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തുടർന്ന് മറ്റ് ഗത്യന്തരമില്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. രാഹുൽ അറസ്റ്റിനെ ചെറുത്തു. പിന്നീട് കൂടുതൽ ബലപ്രയോഗം നടത്തിയാണ് പോലീസ് രാഹുലിനെയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയെയും അറസ്റ്റ് ചെയ്തത്. മറ്റ് നേതാക്കളെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഈ രാഹുൽ, പ്രിയങ്ക ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് സമീപത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നൊരു സാഹചര്യമുണ്ടായി. അവിടേക്ക് പിന്നീട് സോണിയാഗാന്ധി വരികയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ തലസ്ഥാന നഗരിയിൽ വളരെ സംഘർഷഭരിതമായ സാഹചര്യം നിലനിൽക്കുന്നു. സമാധാനപരമായ ഒരു സമരം നടത്തണം എന്ന ഒരാവശ്യമാണ് ഇപ്പോൾ BJP നേതൃത്വം അവരോട് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ പ്രധാനമന്ത്രിയുടെ വസതി ഉപരോധിക്കുക അല്ലെങ്കിൽ അതിനു മുന്നിലൊക്കെയുള്ള പ്രതിഷേധം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. മാത്രമല്ല ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴികെയുള്ള മറ്റ് 2 വിഷയങ്ങളിൽ ചർച്ചയാകാം എന്ന നിലപാടാണ് ജിതേന്ദ്ര സിംഗ് പറയുന്നത്. ഈ വിഷയം युवाओं के साथ जिस तरीके से उनको पीटा गया, उनका सर फोड़ा गया, हड्डी तोड़ी गई, करंट लगाया गया और जो कुछ सरकार कर सकती थी सरकार ने दमन करने की कोशिश की है। लड़कियों के कपड़े फाड़े हैं। क्या ये लोकतंत्र में उम्मीद कर सकता है किसी सरकार से?
और जब शांतिपूर्ण आंदोलन और प्रदर्शन चला उस समय, इसलिए हमारी मांग है कि सरकार जो छात्र हैं, युवा हैं, उनकी मांगों को मान लें। सदन में यही मुद्दा उठाएंगे। മനു, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ അടക്കമാണ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പല കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നാളത്തേക്ക് പ്രതിഷേധം കൂടുതൽ കടുക്കുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ അനുശ്രീ, രാജ്യത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ ഈ തരത്തിൽ അറസ്റ്റ് ചെയ്ത്, ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കനത്ത ഒരു സമ്മർദ്ദത്തിലൂടെ, ബലപ്രയോഗത്തിലൂടെ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യുകയും പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ വരികയുമൊക്കെ ചെയ്യുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഈ വിഷയം പാർലമെൻറ്റിലോ ഉന്നയിക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് പ്രധാനമായും BJP ആരോപിക്കുന്നത്. അതിന് മറുപടി എന്ന നിലയാണ് അഖിലേഷ് യാദവ് ഈ വിഷയം പാർലമെൻറ്റിലും ഉന്നയിക്കും എന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ അക്രമ സമരങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന ശക്തമായ ആവശ്യം BJP. വേണുഗോപാലിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്, അതിലേക്ക് കൂടി. ऑलरेडी डन, एएनए के साथ डन 5 मिनट के पहले. KC വേണുഗോപാലിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. മനു, തുടരാം. ഏതായാലും നാളെയും ഈ പ്രതിഷേധം കൂടുതൽ ശക്തി പ്രാപിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ കേരളത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതുപോലെ യൂത്ത് ലീഗും സമാനമായ രീതിയിൽ ദേശീയ തലത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. മറ്റ് പലയിടങ്ങളിലും ഈ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധിക്ക് നേരെ നടന്ന ഈ കയ്യേറ്റത്തിൽ പ്രതിഷേധം ഉണ്ടാകും എന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല, ഇന്ന് കാണാൻ കഴിഞ്ഞൊരു പ്രധാന കാര്യം, ഈ ജന്തർ മന്ദറിലേക്ക് കൂടുതൽ പ്രതിഷേധക്കാർ എത്തുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കോക്രോച്ച് ജനതാ പാർട്ടി ആദ്യഘട്ടത്തിൽ നടത്തിയ ഒരു സമരത്തിൽ കാര്യമായ ജനപിന്തുണ ഉണ്ടായിരുന്നില്ലെങ്കിൽ പിന്നീട് അത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലും അത് വർദ്ധിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. ഇതിനിടയിലാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ അപ്രതീക്ഷിത നീക്കം ഉണ്ടായത്. തുടർന്ന് ആണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിനെ അനുനയത്തിനായി സർക്കാർ നിയോഗിച്ചത്. മാത്രമല്ല, ഈ ഹോം സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനെയും ആ സ്ഥലത്തെത്തി ചർച്ചകൾക്ക് സർക്കാർ നിയോഗിച്ചു. പക്ഷേ ജിതേന്ദ്ര സിംഗും ഗോവിന്ദ് മോഹനും നടത്തിയ ചർച്ചകളിൽ തൃപ്തരാകാൻ പ്രതിപക്ഷം തയ്യാറായില്ല. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജിവെക്കണം, ആഭ്യന്തരമന്ത്രിയുടെ ഒരു ക്ഷമാപണം വേണം, ഈ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരെ ക്രൂരമായി പോലീസ് ആക്രമിച്ചു എന്നൊക്കെയുള്ള തരത്തിൽ പ്രതികരണങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. മാത്രമല്ല, അദ്ദേഹം ട്വിറ്ററിലൂടെ നടത്തിയ ഒരു പരാമർശം, അത് ഈ നാട്ടിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ആണ് ഇപ്പോൾ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുന്നത്. അത് ഈ കുടുംബങ്ങൾക്കെതിരെ, നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്കെതിരെയുള്ള ഒരു നീക്കമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദേശസ്നേഹികളും തന്നോടൊപ്പം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കണം എന്നൊരു ആഹ്വാനം രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ നടത്തുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.